ഹലോ, വെൽക്കം ടു സെറോ ടു എഡ്യൂക്കേഷൻ. അപ്പം നമ്മൾ ഇന്ന് പുതിയ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്, ഹിസ്റ്റോറിക്കൽ ടൂറിസം. അപ്പം നമ്മുടെ കോഴ്സിന് ഫീ വരുന്നത് 200 രൂപയാണ്. അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എല്ലാ യൂണിറ്റിൻ്റെയും വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരിക. ഓക്കെ, അപ്പം ഇന്ന് തുടങ്ങി ഒരു 15 ദിവസത്തിനകം ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. പിന്നീട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സുകൾ ടെലഗ്രാം ആപ്പിലാണ്. അതുകൊണ്ട് നിങ്ങൾ ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. പിന്നീട് പറയാനുള്ള കാര്യം, തീർച്ചയായിട്ടും ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ബ്ലോക്ക് വൺ an introduction to historical tourism. an introduction to historical tourism ആണ് ബ്ലോക്ക് 1. അതിൽ യൂണിറ്റ് 1 വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ? അപ്പം ഇതിൽ പറയുന്ന കാര്യം, വാട്ട് ഈസ് ടൂറിസം. ആദ്യം ഹിസ്റ്റോറിക്കൽ ടൂറിസം അറിയുന്നതിന് മുമ്പ്, വാട്ട് ഈസ് ടൂറിസം, എന്താ ടൂറിസം എന്ന് പറഞ്ഞാൽ? ടൂറിസം എന്താ അറിയോ? നിങ്ങൾ ടൂറിസവും ഹിസ്റ്റോറിക്കൽ ടൂറിസവും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. അപ്പം ടൂറിസം എന്താണെന്നുള്ളത് ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം ടൂറിസം എന്താന്ന് പറഞ്ഞാൽ, വിനോദത്തിനും ആനന്ദത്തിനുമായി സ്വന്തം നാട് വിട്ട് നടത്തുന്ന യാത്രകളാണ് വിനോദസഞ്ചാരം അല്ലെങ്കിൽ ടൂറിസം. അപ്പം എന്താണ് ടൂറിസം? വിനോദത്തിനും ആനന്ദത്തിനും സ്വന്തം നാട് വിട്ട് നടത്തുന്ന യാത്രകളാണ് എന്ത്? ടൂറിസം എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? ഒന്നാമത്തെ പോയിന്റ് സെറ്റാണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. ഓക്കെ, ടൂറിസത്തിൻ്റെ പ്രധാന ഉദ്ദേശ്യം, അതായത് ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം വിശ്രമവും വിനോദവും അനുഭവപ്പെടുന്നതിനായി വീട്ടിൽ നിന്ന് പുറത്ത് സമയം ചെലവഴിക്കലാണ്. അപ്പം ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, വിശ്രമവും വിനോദവും കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോയി സമയം ചെലവഴിക്കുക. അതാണ് ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തത്, അപ്പം 2 പോയിന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. എന്താ ടൂറിസം എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. മൂന്നാമത്തെ പോയിന്റ് പറയാണ്, കൂടാതെ വാണിജ്യ ആവശ്യത്തിനും മെഡിക്കൽ ആവശ്യത്തിനും സുഖചികിത്സക്കും ഒക്കെയായി നടത്തുന്ന ദൂരയാത്രകളും സാധാരണയായി വിനോദസഞ്ചാരത്തിന് പരിധിയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം ഈ ദൂരയാത്രകൾ, നമ്മൾ വേറെ എന്തിനെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ മെഡിക്കൽ ആവശ്യത്തിനോ സുഖചികിത്സക്കൊക്കെ നമ്മൾ ദൂരയാത്രകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇതും ഏത് കാറ്റഗറിയിൽ പെടും? വിനോദസഞ്ചാരത്തിൻ്റെ പരിധിയിൽ പെടും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം 3 പോയിന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, അപ്പം ആ 3 പോയിന്റ് നിങ്ങൾ ഓർമ്മയാക്കി വെക്കുക. എന്താ പറഞ്ഞത്? 1, വിനോദത്തിനും ആനന്ദത്തിനൊക്കെ വേണ്ടിയിട്ട് സ്വന്തം നാട് വിട്ടു പോവുക. പിന്നെ അതിൻ്റെ ഉദ്ദേശം എന്താ? വിശ്രമവും വിനോദവും. പിന്നെ മൂന്നാമത്തത്, വാണിജ്യ ആവശ്യത്തിനായിട്ട് മെഡിക്കൽ ആവശ്യത്തിനൊക്കെ സുഖചികിത്സക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതും എന്തിൻ്റെ അതിൽ പെടും? വിനോദസഞ്ചാരത്തിൻ്റെ പരിധിയിൽ പെടും എന്നാണ് 3 പോയിന്റ് പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം? ഇനി പറയുന്ന കാര്യം, എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം? വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നാണ്. ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാനും അനുഭവിക്കാനുമുള്ള യാത്രാരീതി. അതാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. എന്താണ്? ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാനും അനുഭവിക്കാനും ഉള്ള യാത്രാരീതി. അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാനും അനുഭവിക്കാനും ഉള്ള ഒരു യാത്രാ രീതിക്ക് പറയുന്ന പേരാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്താണ്? ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ച് അത് അനുഭവിക്കാനും ഉള്ള ഒരു യാത്രാ രീതിയാണ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് സെറ്റാണ്, ഇനി മറക്കൂല എന്ന് വിചാരിക്കുന്നു കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ ടൂറിസം വ്യവസായം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പം നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണ് കേട്ടോ. ഇനി
അപ്പം ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ടൂറിസം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള വികസനത്തിന് ടൂറിസം എന്താണ് ഒരു വലിയ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവില്ലേ ടൂറിസം വന്നു കഴിഞ്ഞാൽ? ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഉയർച്ച ഉണ്ടാവും. സാമൂഹികമായിട്ട് എങ്ങനെ ഉയർച്ച ഉണ്ടാവും? നമ്മൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും, കാണും. അങ്ങനെ സാമൂഹികമായിട്ടുള്ള ഉയർച്ച, സാമ്പത്തികമായിട്ട് ഉയർച്ച, അവരെ പൈസകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതും സാമ്പത്തികമായിട്ട് ഉയർച്ചയിൽ പെടും, ഇല്ലേ? ഓക്കെ. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ടൂറിസം ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പൈതൃകത്തെയും സമ്പന്നമായ ചരിത്രത്തെയും അനുഭവിച്ച് പഠിക്കാനുള്ള ഒരു യാത്രാരീതിയാണ്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പൈതൃകമുണ്ട് ഇന്ത്യക്ക്, അല്ലേ? സമ്പന്നമായ ചരിത്രം, ഒരുപാട് ചരിത്രമുള്ള ഒരു നാടാണ് ഇന്ത്യ. ഓക്കെ, അനുഭവിച്ച് പഠിക്കാനുള്ള ഒരു യാത്രാരീതിയാണ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ടൂറിസം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരനോടൊക്കെ ഒരു വട്ടം ചോദിക്കുന്നത് ഏത് രാജ്യമാണ് കാണാൻ ഏറ്റവും നല്ലത്, ഏറ്റവും അനുയോജ്യമായത് ഏത് രാജ്യം ഞാൻ കാണണം എന്ന് നിങ്ങൾ പറയാന്നൊക്കെയുള്ള ചോദ്യത്തിന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന ആൻസർ നിങ്ങൾ ആദ്യം ഇന്ത്യയെ ഒന്ന് കാണുക എന്നുള്ള. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യ അത്രമാത്രം ഉണ്ട്, എല്ലാ ഇതും ഉണ്ട് ഇന്ത്യയിൽ. അപ്പം ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പം നമുക്ക് സമ്പന്നമായ ചരിത്രമുണ്ട്, അതുപോലെ തന്നെ വൈവിധ്യമാർന്ന പൈതൃകമുണ്ട്. ഓക്കെ, എക്സാമ്പിൾ താജ്മഹൽ, അജന്ത, എല്ലോറ കേവ്സ്, ഖജുരാഹോ ടെമ്പിള്, ഇതൊക്കെ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗം. എന്താണ് താജ്മഹൽ നമ്മളെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് താജ്മഹലിനെ കുറിച്ചിട്ട്. അതൊക്കെ പാട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉൾപ്പെടുത്താൻ താജ്മഹലിൽ എന്തിൻ്റെ ചരിത്ര? മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രമാണ്, അല്ലേ? അപ്പോൾ ഓരോന്നിനും ഓരോ ചരിത്രമുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓണം, ബൈശാഖി, പൊങ്കൽ തുടങ്ങിയ പ്രാദേശിക ഉത്സവങ്ങൾ സംസ്ഥാനങ്ങളുടെ പ്രത്യേക സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ ഓണം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ വിദേശികളൊക്കെ വരുന്നത്. ഓണം, ബൈശാഖി, അതുപോലെ തന്നെ പൊങ്കൽ തുടങ്ങിയ പ്രാദേശിക ഉത്സവങ്ങൾ സംസ്ഥാനങ്ങളുടെ പ്രത്യേക സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിക്കുന്നു. ഇത് സന്ദർശകർക്ക് ആ പ്രദേശത്തെ സംസ്കാരത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുമ്പം ഈ ഓണം, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീട് പറയുന്ന കാര്യം, കേരളത്തിൽ ഓണം ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വള്ളംകളി സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ ജലപാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പം ഈ ജലപാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് കേരളത്തിലെ ഓണം ഉത്സവം എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാം. പിന്നീട് പറയുന്നത് പുഷ്കർ മേള. രാജസ്ഥാനിലാണ് ഈ പുഷ്കർ മേള നടത്തുന്നത്. പുഷ്കർ നഗരത്തിൽ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടക്കുന്ന ഈ മേള ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടക കന്നുകാലി മേളകളിൽ ഒന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗോവ കാർണിവൽ, ഗോവയുടെയും പോർച്ചുഗീസ് പൈതൃകത്തെ പ്രതിഫലിക്കുന്ന ഈ കാർണിവൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിൽ 4 ദിവസങ്ങളിലായി ആഘോഷിക്കുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെ എന്തിൽ വരും? ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ വരും. അപ്പോൾ ഈ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ സന്ദർശിച്ച് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാനും അനുഭവിക്കാനും ഉള്ള ഒരു യാത്രാരീതിയാണ് ഈ ഹിസ്റ്റോറിക്കൽ ടൂറിസം. ഇന്ത്യയിൽ വരുമ്പം അത് ഇന്ത്യൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ ടൂറിസം വ്യവസായം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നീട് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ടൂറിസം വൈവിധ്യമാർന്ന പൈതൃകം കൊടുക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് താജ്മഹൽ, അതിലുള്ള ഒന്നാണ്. പിന്നെ ഓണം, ഇതൊക്കെ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ വരുന്നതാണ്. ഓണം, ബൈശാഖി, പൊങ്കൽ, അതുപോലെ തന്നെ ഈ രണ്ടെണ്ണം, അതായത് കേരളത്തിലെ ഓണം, കേരളവുമായിട്ട് ബന്ധ പുഷ്കർ മേള, ഇതൊക്കെ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ വരുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം, ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ടൂറിസം എല്ലാം ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ, അതായത് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, താജ്മഹൽ മാത്രമാക്കണ്ട, അതുപോലെ തന്നെ ഓണം മാത്രമാക്കണ്ട, ഒരുപാട് സാധനങ്ങളില്ലേ, അതൊക്കെ നിങ്ങൾ എഴുതിക്കൊള്ളി എന്ന് പറയാണ്. ഹൗ ടൂറിസം ഇനി പറയാനുള്ളത്, ഹൗ ടൂറിസം ഡിഫർ ഫ്രം എക്സ്പ്ലോറേഷൻ. എങ്ങനെയാണ് ടൂറിസം ഡിഫർ ഫ്രം എക്സ്പ്ലോറേഷൻ? എന്താണ് എക്സ്പ്ലോറേഷനും ടൂറിസവും തമ്മിലുള്ള വ്യത്യാസം?
ടൂറിസം എന്നത് വിശ്രമം, വിനോദം, പഠനം അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കായി ഒരു വ്യക്തി തൻ്റെ സ്ഥിരവാസ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന പ്രക്രിയയാണ്. അതായത് ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താ? വിനോദത്തിനോ വിശ്രമത്തിനോ അല്ലെങ്കിൽ പഠനത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ഒരു വ്യക്തി തൻ്റെ താൻ നിൽക്കുന്ന സ്ഥിരവാസ സ്ഥലത്ത് നിന്ന് പുറപ്പെടുകയാണ്. അതാണ് ടൂറിസം. ഇതല്ല എക്സ്പ്ലോറേഷൻ. എക്സ്പ്ലോറേഷൻ വ്യത്യാസമുണ്ട്, നമ്മൾ പറയാം. ഇതൊരു രാജ്യത്തിൻ്റെ സാംസ്കാരികം, ചരിത്രം, പ്രകൃതി സൗന്ദര്യം, പ്രാദേശിക ആകർഷണങ്ങൾ എന്നിവയെ അനുഭവിക്കുന്നതിനായി ചെയ്യപ്പെടുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യപ്പെടുന്നത് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരികം, അതുപോലെ തന്നെ ചരിത്രം, അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യം, അല്ലെങ്കിൽ പ്രാദേശിക ആകർഷണങ്ങൾ, ഇവയൊക്കെ അനുഭവിക്കാൻ വേണ്ടി ചെയ്യപ്പെടുന്നതാണ്. ഇതിന് സ്ഥാപിതമായ ഒരു പാതകളുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ഒരു സ്ഥാപിതമായ പാതകളുണ്ടാവും. എന്തിന്? ടൂറിസത്തിന്. ടൂറിസത്തിന് സ്ഥാപിതമായിട്ടുള്ള പാതകളുണ്ടാവും. അതായത് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു വഴി ഉണ്ടാവും, അതായത് ഒരു പാത ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിശ്ചിത പാതകൾ ടൂറിസ്റ്റുകൾക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതിനൊരു പാത ഉണ്ടാവും ടൂറിസത്തിന്. പക്ഷേ എക്സ്പ്ലോറേഷൻ ഉണ്ടാവില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. ഗതാഗത സംവിധാനം ഉണ്ടാവും. ബസ്സുകൾ, ട്രെയിനുകൾ, വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങിയവ ടൂറിസ്റ്റുകൾക്ക് സ്ഥലങ്ങൾക്കിടയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ഈ സ്ഥലങ്ങൾക്കിടയിൽ സഞ്ചരിക്കാൻ എന്തുണ്ടാവും? ബസ്സുകൾ ഉണ്ടാവും, ട്രെയിനുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വിമാനം ഉണ്ടാവും, അല്ലെങ്കിൽ കപ്പലുണ്ടാവും, എന്തെങ്കിലും ഒന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ഉള്ള പ്രദേശങ്ങളാണ് ടൂറിസത്തിൽ വരിക. ഓക്കെ, താമസ സൗകര്യങ്ങളുണ്ടാവും. ഈ ടൂറിസത്തിൽ എന്തുണ്ടാവും? ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ താമസ സൗകര്യങ്ങളുണ്ടാവും. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹോസ്റ്റലുകൾ, ഹോം സ്റ്റേ തുടങ്ങിയവ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ സൗകര്യപ്രദമായ ഇടങ്ങൾ നൽകുന്നു. അപ്പം താമസ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഗൈഡ്സ് ടൂർസ്. പ്രൊഫഷണൽ ഗൈഡുകൾ ടൂറിസ്റ്റുകൾക്ക് സ്ഥലങ്ങളുടെ ചരിത്രം, സംസ്കാരം, പ്രത്യേകതകൾ എന്നിവ വിശദീകരിക്കുന്നു. അപ്പം ഗൈഡ് ഇതിന് ഒരു ഗൈഡ് ഉണ്ടാവും. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വിനോദത്തിനും വിശ്രമത്തിനൊക്കെ വേണ്ടി പോവല്ലേ, അപ്പോൾ അതിനൊരു പാത ഉണ്ടാവും. അതുപോലെ തന്നെ അതെന്താണ്? നമുക്ക് ആസ്വദിക്കാൻ പോവാണ്, അനുഭവിക്കാൻ പോവാണ്. ഗതാഗത സംവിധാനം ഉണ്ടാവും, താമസ സൗകര്യങ്ങൾ ഉണ്ടാവും, അവിടെ ഗൈഡഡ് ടൂർസ് ഉണ്ടാവും. ഇത്ര കാര്യങ്ങളൊക്കെയാണ് എന്തിൽ പറയുന്നത്? ടൂറിസത്തിൽ പറയുന്നത്. ഇനി നമുക്ക് എക്സ്പ്ലോറേഷൻ എങ്ങനെ ഡിഫർ ചെയ്യുന്നത്, എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം.